ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ എത്താനായില്ലേ. ഇപ്പോൾ നോമ്പ് തുടങ്ങാനായാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരുപാട് ടെൻഷനാണ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് വയ്ക്കണം, നനച്ചുകൂടി. അതുപോലെ നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പിന് ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നോമ്പൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുക്കളയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആ സമയത്ത് അതൊരു വലിയ ഒരു ഉപകാരമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കാരണം ഞാൻ സാധാരണ ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് നോമ്പ് വെച്ചിട്ട് അടുക്കള ജോലിയൊക്കെ ചെയ്യണോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഭാരമില്ലാതെ നമുക്ക് അടുക്കള പണിയൊക്കെ വേഗം തീർക്കാം കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു പണിയാണ് നമുക്ക് തേങ്ങ ചിരക എന്ന് പറയുന്നത്. നമുക്ക് നോമ്പ് സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു സാധനമാണ് തേങ്ങ. അപ്പോൾ അത് ചിരകി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണമെന്നും അതേപോലെ പിന്നെ നമുക്ക് നന്നാരി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് ഞാൻ വെള്ളത്തിലിട്ടത് വെച്ചത് കേട്ടോ. നന്നാരി വേരാണ്. അപ്പോൾ തേങ്ങ ഇതുപോലെ നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിസിൽ വെച്ചാൽ മതി. ഒന്ന് വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് പേർത്തെടുക്കാനും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അരയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് കാലത്തെണിച്ചിട്ട് ഈ വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ അതേപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്കതിൻ്റെ തേങ്ങേൻ്റെ ഉള്ളിലൊക്കെ നന്നായി അതേപോലെ ഇതിങ്ങനെ എണ്ണ എടുക്കാനും വളരെ യൂസാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തേങ്ങ പൂണ്ട് കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് നേരം കത്തിക്കൊണ്ട് പൂണ്ട ആവശ്യമില്ലെന്നുണ്ട് ഇതേപോലെ കിട്ടും. പിന്നെ അതും മാത്രമല്ല അതിൻ്റെ മുകളിലത്തെ ആ ഒരു കറുത്ത തുലിയിൽ അതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ പോലും നല്ല എളുപ്പത്തിൽ വരും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ഉപ്പേരിക്കൊക്കെ ആവശ്യമുണ്ട് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ടപ്പാലടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചിരകിയതുപോലെ ആവശ്യം വരും അല്ലേ. അപ്പോൾ ഇതേപോലെ ചിരകിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കണം വെച്ചാൽ നമുക്ക് ചിരകണേനേക്കാളും വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരേപോലെ ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല വെള്ള കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങയാണ്. നമ്മളിതിൽ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പിന് വലിയൊരു പണി തന്നെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. പിന്നെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ പൊടിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പട്ട, അതുപോലെ ജാതിപത്രി, ഏലക്ക, അതിൻ്റെയൊക്കെ ഞാൻ അളവുകൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തക്കോലമാണ്. തക്കോലവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് കറാമ്പൂവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്ന അതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നും ഒരുപാടായി പോകരുത്. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ പൊടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആവശ്യമുള്ളൂ വെച്ചാൽ എല്ലാം കമ്മിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ബേ ലീഫാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പൊടിച്ച് വയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു 6 എണ്ണമൊക്കെ എടുക്കുന്നുള്ളൂ ഇതിൽ. അപ്പോൾ നിങ്ങൾ എടുക്കുക എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. പിന്നെ അടുത്ത മെയിനായിട്ട് വേണ്ടത് നമുക്ക് കശകശാന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 3 ടീസ്പൂണോളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടണമെന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, അതുപോലെ നല്ലൊരു തിക്കും കിട്ടും കേട്ടോ കറിയിൽ. പിന്നെ അടുത്തത് കാഷ്യൂ ആണ്. കാഷ്യൂ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൈസി അതുപോലെ സ്വീറ്റ് ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ കറിയൊക്കെ. അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ പെരുംജീരകം, നല്ല ജീരകം, പിന്നെ അതേപോലെ തന്നെ അല്പം ഉപ്പും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായി മസാല പൊടിച്ച് കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അതുമാത്രമല്ല നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ മസാല ഒരുപാട് കാലം കേടുവരാതിരിക്കാനും പൂപ്പലടിച്ച് പെട്ടെന്ന് തന്നെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വലിയ ഇതായിട്ടുള്ള എല്ലാം നമുക്കൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. കാരണം നമ്മൾ ജീരകമൊക്കെ അതിൻ്റെ കൂടി ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മാത്രമായിട്ട് ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ആയിട്ട് നമുക്ക് ഒരുപാട് കരിഞ്ഞു പോകണ്ട. ഏകദേശം ഈ ഒരു അളവിന്
ആക്കിയാൽ മതി. നമുക്ക് ഏകദേശം കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു അളവ് കിട്ടും കേട്ടോ. പിന്നെ ബാക്കി ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് വേറെ ചൂടാക്കാം. ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കിട്ടുന്ന ഒരു അളവ് എത്തുന്ന സമയത്ത് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ മേലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചൂട് ആറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ നമുക്ക് ജാതിക്കയൊക്കെ ഒന്ന് കുത്തിയിട്ട് ഇടുകയാണ് വെച്ചാൽ നമ്മുടെ മിക്സി കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം പൊടിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. ഒരിക്കലും നമ്മൾ ചൂട്ടോടെ കുപ്പിയിലാക്കി വെക്കരുത്. ഒരു പേപ്പർ വിരിച്ച് നന്നായി ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ കുപ്പിയിലൊക്കെ ആക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പലടിച്ച് കേട് വരുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നന്നാരി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടി നന്നാരി വേര് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഇട്ട് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് വെച്ചാൽ നല്ല ഒരു ഫ്ലേവറും നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ ഈ പഞ്ചസാരയിൽ അഴുക്ക് കളയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ആഡ് ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാര നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഇതിൽ അത്യാവശ്യം കളറ് വന്നതിന് ശേഷമാണ് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരുവിധം കളറ് വരട്ടെ. അപ്പോൾ ഏകദേശം ഒരു ലെവലിൽ കളറ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലോട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കാരണം കുറച്ച് ക്വാണ്ടിറ്റി കമ്മിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിന് സിറപ്പ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സർവത്ത് ഉണ്ടാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1.5 കിലോ പഞ്ചസാരയ്ക്ക് ഞാൻ ഏകദേശം ഒരു 2 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കട്ടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കുറച്ചുകൂടെ കമ്മിയൊക്കെയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്കിത് ഈ പഞ്ചസാരയിലെ അഴുക്ക് പലരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് വെള്ള കളർ കാണുമ്പോൾ നമുക്ക് ഇത്രത്തോളം അതിൽ അഴുക്കുണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഒഴിച്ചതുകൊണ്ട് നമുക്ക് ഈ നന്നാരി സർബത്ത് നമുക്ക് കേടൊന്ന് പോവുക സ്മെല്ല് വരിക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതേപോലെ അഴുക്ക് മുകളിലോട്ട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പഞ്ചസാരയിലുള്ള അഴുക്കാണ്. കണ്ടില്ല, നമ്മൾ ഇത്രത്തോളം അഴുക്കാണ് നമ്മുടെ വയറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പോലെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മാത്രമല്ല നന്നാരി വേര് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ കളറൊക്കെ മിക്സ് ചെയ്ത് ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കണേക്കാളും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തേങ്ങ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിലിട്ട്. അപ്പോൾ നോമ്പ് സമയം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് നമുക്കൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ട് വെച്ചാൽ നമുക്ക് അത്താഴത്തിനൊക്കെ എണീക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കറിയൊന്നുമില്ല, നമുക്കൊന്നും പറ്റണില്ല വെച്ചാൽ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കാരണം കണ്ടില്ലേ പഞ്ചസാരയിലൊക്കെ എത്രത്തോളം അഴുക്കുണ്ടായിരുന്നു അതേപോലെ എല്ലാത്തിനും നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കഴുകി അത് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡ്രൈ ആക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കടുത്തത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ടാണ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം, ഇതുപോലെ നോൺ സ്റ്റിക്കൊക്കെ ആണ് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കും തോറും നമുക്കത് പെട്ടെന്ന് ചിക്കാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലധികം ഒന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. അല്പം തേങ്ങയിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ആവശ്യമില്ലല്ലോ. അപ്പോൾ എണ്ണ ഒട്ടും ഒഴിക്കാണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് കിട്ടുകയാണ് വെച്ചാൽ നമുക്കതിൻ്റെ എണ്ണ വേണ്ട, അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് പുളിയാണ്. അപ്പോൾ പുളിയും നമുക്ക് ഇതിൻ്റെ കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഒരു ഫ്ലേവറും കൂടെ വരണം, എരിവും പുളിയും ഉപ്പും
എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുളിയും കൂടിയാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിപ്പൊടി. ഇത് നമുക്ക് ചോറിനൊക്കെ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടിയാണ്, കറിവേപ്പിലയും പിന്നെ അടുത്ത് നമുക്ക് കായപ്പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യാതെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഫ്ലേവറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്തതിന് മേലോട്ട് തന്നെ ഞാനൊന്ന് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണത് തേങ്ങേൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് അത് വിട്ടുപോയി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വേറെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. നമുക്ക് തേങ്ങ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ സമയത്ത് വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ഓടി ഓരോ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി പൊടിയും ഇതുപോലെ ചെയ്ത് വയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണ് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ചേർത്താണ് വെച്ചാൽ ചിക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത് എണ്ണ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അച്ചാറും കൂടെ ഉണ്ടാക്കാൻ വെച്ചു. ഞാൻ കുറച്ച് ഇഞ്ചി പൊടിച്ചതാണ്, ചുക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിലോട്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാമെന്ന് വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് ഇത്തിരി വെന്തയും കടുകും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം. അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തതാണ്. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിൽ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് മസാലക്കൂട്ടും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടുത്ത് നമുക്ക് കാശ്മീരി ചില്ലി ഒരു 2 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അച്ചാർ പൊടിയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകിച്ച് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇല്ല വെച്ചാൽ ആ ഒരു തിളച്ച് വെച്ചാൽ നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ഒരുപാട് സ്മൂത്തായി വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ നന്നായി അത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാനും പാടില്ല കേട്ടോ, പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം തന്നെ വീഡിയോ ലോങ്ങായി പോയതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ നോമ്പിൻ്റെ കുറച്ച് മുമ്പ് നമുക്ക് ചെയ്ത് വയ്ക്കുകയാണ് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ മടിയും അതുപോലെ ഒരുപാട് നമ്മൾ ടയേർഡ് ക്ഷീണമൊക്കെ ആയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ കഴിയണതും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് നോമ്പ് സമയത്ത് നമുക്ക് കൂടുതലും നമുക്ക് ഖുർആൻ ഓതാനും നമസ്കരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് മസാലക്കൂട്ടുകളൊക്കെ ഞാൻ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. ഒരു വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കയറി എല്ലാവരും നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ അവരിക്കും ബായ്, അസ്സലാമു അലൈക്കും.